പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നിങ്ങളുടെ ഭാവി ശോഭനമാക്കാൻ സുപ്രഭാതം നിങ്ങളുടെ മുൻപിൽ ഒരു അവസരം തുറന്നു വെക്കുകയാണ്. മലബാറിലെ 6 ജില്ലകളിൽ ഈ മാസം 25 മുതൽ ജൂൺ 7 വരെ നീണ്ടു നിൽക്കുന്ന 20 കേന്ദ്രങ്ങളിലായുള്ള കരിയർ ക്ലിനിക്കിന് സുപ്രഭാതം തുടക്കം കുറിക്കുകയാണ്. എന്താണ് കരിയർ ക്ലിനിക്? അതുകൊണ്ട് വിദ്യാർത്ഥികളായ നിങ്ങൾക്ക് എന്താണ് ഉപകാരം? എന്താണ് കരിയർ ക്ലിനിക്ക്? എങ്ങനെയൊക്കെയാണ് രക്ഷിതാക്കളും വിദ്യാർത്ഥികളും അത് ഉപയോഗപ്പെടുത്തേണ്ടത് എന്നത് സംബന്ധിച്ച് ഈ പ്രോജക്റ്റിൻ്റെ ചീഫ് കോർഡിനേറ്റർ ആയിട്ടുള്ള റിയാസ് ഇപ്പോൾ എൻ്റെ കൂടെ ഉണ്ട്. റിയാസ്, നമ്മളൊരു പുതിയൊരു സംരംഭമാണ് സുപ്രഭാതം ഇപ്പം മുന്നോട്ട് വെക്കുന്നത്. 20 കേന്ദ്രങ്ങളിൽ നടക്കുകയാണ്. എന്താണ് ആക്ച്വലി ഈ കരിയർ ക്ലിനിക്? റാഷി, കരിയർ ക്ലിനിക് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ പുതിയ വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള മാധ്യമ രംഗത്ത് സുപ്രഭാതത്തിൻ്റെ ഒരു ഇടപെടലാണ്. അതായത് കുട്ടികൾക്ക് സാധാരണ അവർ SSC കഴിഞ്ഞാൽ, +2 കഴിഞ്ഞാൽ, ഡിഗ്രി കഴിഞ്ഞാലൊക്കെ ഒരുപാട് കരിയർ ഗൈഡൻസുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകൾ ലഭിക്കാറുണ്ട്. അതൊരു ജനറലായിട്ട് കുട്ടികൾക്ക് ലഭിക്കുന്നതാണ്. പലപ്പോഴും ഇൻഡിവിജ്വലായിട്ട് കുട്ടികൾക്ക് ഇത്തരം വിഷയങ്ങളിൽ ഒരു ശ്രദ്ധയോ അതല്ലെങ്കിൽ കുട്ടികൾക്ക് അത്തരത്തിലുള്ള സാധ്യതകളോ ലഭിക്കുന്നില്ല. സുപ്രഭാതം കരിയർ ക്ലിനിക്ക് സംസ്ഥാനത്തെ മലബാറിലെ 6 ജില്ലകളിൽ 1-ാം ഘട്ടം 20 കേന്ദ്രങ്ങളിലാണ് ഈ പ്രോഗ്രാം നടത്തുന്നത്. അതായത് ഓരോ കേന്ദ്രത്തിലും 20ഓളം ക്ലിനിക്കുകളാണ് നമ്മൾ സംവിധാനിക്കുന്നത്. ഈ ക്ലിനിക്കുകൾ എന്ന് പറഞ്ഞാൽ ക്ലിനിക്കുകൾ ഓരോന്നും കുട്ടികളുടെ ഭാവിയുമായി ബന്ധപ്പെട്ട് അവർക്ക് ഏറ്റവും അനുയോജ്യമായ കോഴ്സുകൾ ഏതാണോ ആ കോഴ്സുകളെ കുറിച്ച് കൃത്യമായി ചോദിച്ചറിയാൻ കഴിയുന്ന തരത്തിലുള്ള ക്ലിനിക്കുകളായിട്ടാണ് ഓരോ സെന്ററിൽ നമ്മൾ സംവിധാനം. ഒരു വ്യക്തതയ്ക്ക് വേണ്ടിയാണ് പറയുന്നത്, നമ്മൾ മുൻ വർഷങ്ങളിലൊക്കെ സംഘടിപ്പിച്ചിരുന്നത് 2 ദിവസം നീണ്ടു നിൽക്കുന്ന ക്യാമ്പായിരുന്നു. രാവിലെ ഒരു 9 മണിക്ക് ആരംഭിച്ച് വൈകിട്ട് ഒരു 5-5:30 മണിക്ക് അവസാനിക്കുന്ന രീതിയിൽ ഒരു കുട്ടി രാവിലെ വന്നാൽ വൈകിട്ടാണ് തിരികെ പോകുന്നത്. അതിനിടയിൽ ഒരുപാട് സെഷനും മോട്ടിവേഷൻ ക്ലാസ്സുകൾ ഉണ്ടാകും, മറ്റു കോഴ്സുകളെ പരിചയപ്പെടുത്തലുണ്ടാകും. ഒരു കുട്ടിയുടെ സമയം, പക്ഷേ ഈ കാലഘട്ടം എന്ന് പറയുന്ന സമയത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അപ്പോൾ അവർക്ക് ആവശ്യമുള്ളത് ഇപ്പോൾ MBBS പഠിക്കുന്ന കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ മറ്റു കോഴ്സ് മറ്റു കാര്യങ്ങളൊന്നും അറിയേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് ഒരു ഫാമിലി വന്നു കഴിഞ്ഞാൽ, രക്ഷിതാവും കുട്ടിയും വന്നു കഴിഞ്ഞാൽ നമ്മുടെ കരിയർ ക്ലിനിക്കിലേക്ക് പോകുന്ന 20 സ്ഥാപനങ്ങൾ അവിടെ ഉണ്ടാവും അല്ലേ, വ്യത്യസ്ത മേഖലയിലുള്ള സ്ഥാപനങ്ങൾ. അപ്പോൾ അവരുടെയൊക്കെ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നീറ്റ് പഠിക്കേണ്ട കുട്ടിയാണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റാളിലേക്ക് പോകുന്നു, അതിൻ്റെ എക്സ്പേർട്സ് അവിടെ ഉണ്ടാവും. അങ്ങനെയാണോ നമ്മൾ സംവിധാനം? അതെ, തീർച്ചയായും. അതായത് ഒരു സെന്ററിൽ 20ഓളം ക്ലിനിക്കുകളായിട്ട് നമ്മൾ സംവിധാനിക്കുന്നത്. ക്ലിനിക്ക് എന്ന് പറഞ്ഞാൽ തന്നെ ഒരു പരിശോധനയ്ക്ക് വേണ്ടി വരുന്ന ഒരു കേന്ദ്രമാണ് അല്ലേ, അങ്ങനെയാണല്ലോ നമ്മൾ അതിനെ കാണാറ്. ഇവിടെ സുപ്രഭാതത്തിൻ്റെ കരിയർ ക്ലിനിക്ക് എന്ന് പറഞ്ഞാൽ കരിയറിൽ ഈ കുട്ടിയുടെ കോഴ്സുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആശങ്കകളുള്ള സമയത്താണ് നമ്മുടെ ഈ പ്രോഗ്രാം നടക്കുന്നത്. അതായത് +2 റിസൾട്ട് വന്നു, SLC റിസൾട്ട് വന്നതിന് ശേഷം കുട്ടിയുടെ മുമ്പിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടാകും. ഈ ഓപ്ഷൻസ് ഉണ്ടാകുന്ന സമയത്ത് തന്നെ അത് ഏതാണ് കുട്ടിക്ക് അല്ലെങ്കിൽ രക്ഷിതാവിന് ഏറ്റവും അനുയോജ്യമായത് എന്ന് കുട്ടിക്ക് ചോദിച്ചറിയാനുള്ള അവസരമാണ് ഈ ക്ലിനിക്കിൽ നമ്മൾ സംവിധാനിക്കുന്നത്. 20ഓളം ക്ലിനിക്കുകളിൽ ഏതാണ്ട് 40ഓളം എക്സ്പേർട്ടായ ആളുകളാണ് കുട്ടികളുമായി സംവദിക്കുന്നത്. കുട്ടി വരുന്നു, രക്ഷിതാവും കുട്ടിയും ഒരുമിച്ച് വന്ന് ഈ ക്ലിനിക്കിലേക്ക് പ്രവേശിച്ച് അവിടെ ആ കോഴ്സുമായി ബന്ധപ്പെട്ട്, ഇപ്പം രാഷ്ട്രീയ സൂചിപ്പിച്ച പോലെ നീറ്റുമായി ബന്ധപ്പെട്ട് ഒരു കുട്ടിക്ക് അറിയേണ്ടതെല്ലാം കൃത്യമായി നേരിട്ട് ചോദിച്ചറിയാനുള്ള ഒരവസരമാണ് ക്ലിനിക്കിൽ നമ്മൾ സംവിധാനിക്കുന്നത്. അത് നീറ്റ് മാത്രമല്ല, കൊമേഴ്സുമായി ബന്ധപ്പെട്ടത്, അതുപോലെ ഡിഗ്രി പഠനവുമായി ബന്ധപ്പെട്ടത്, ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങി ചെറിയ ഡിപ്ലോമ കോഴ്സുകൾ ഉൾപ്പെടെ വിദേശ പഠനം, അതിൻ്റെ സാധ്യതകൾ, അതുപോലെ ഇവിടുത്തെ ഇന്ത്യയിലെ പ്രമുഖ യൂണിവേഴ്സിറ്റികളിലെ പഠനങ്ങൾ, അതിനെക്കുറിച്ചെല്ലാം കുട്ടിക്ക് അറിയേണ്ടതെല്ലാം ചോദിച്ചറിയാനുള്ള അവസരമാണ് കരിയർ ക്ലിനിക്കിൽ നമ്മൾ സംവിധാനിക്കുന്നത്. സ്വാഭാവികമായിട്ടും രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം ഇത് ഏറ്റവും അവർക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുന്നത്. കാരണം ഈ കോഴ്സുകളെ കുറിച്ച് രക്ഷിതാക്കൾക്കാണ് സ്വാഭാവികമായിട്ട് വലിയ ആശങ്ക ഉണ്ടാവുക. എവിടെയാണ് കുട്ടി പഠിക്കേണ്ടത്, ഏതാണ് ബെസ്റ്റ് ഓപ്ഷന്, അവിടെ ഹോസ്റ്റൽ എങ്ങനെ, കോളേജ് എങ്ങനെ, ഫീസ് എങ്ങനെ, ഇതൊക്കെ ഇതിൻ്റെ ഒരു ആശങ്കയാണ്. ഇതിപ്പോൾ നമ്മൾ സംവിധാനിക്കുന്നത് 20 കേന്ദ്രങ്ങളിലാണെന്ന് പറഞ്ഞു അല്ലേ? എത്ര ജില്ലകളിൽ? 6 ജില്ലകളിലെ 20 കേന്ദ്രങ്ങളിലാണ് നമ്മൾ സംഘടിപ്പിക്കുന്നത്. ഓരോ ജില്ലയിലും എത്ര കേന്ദ്രങ്ങളൊക്കെ ആയിരിക്കും ഉണ്ടാവും? അതായത് മലപ്പുറം ജില്ലയിൽ നമ്മൾ ഈ മാസം 25-ാം തീയതി മെയ് 25-ന് മലപ്പുറം ജില്ലയിൽ 3 കേന്ദ്രങ്ങൾ നമ്മൾ പ്രോഗ്രാം ആരംഭിക്കുകയാണ്. ശേഷം 30-ാം തീയതി കണ്ണൂർ ജില്ലയിലും 31-ാം തീയതി കാസർഗോഡ് ജില്ലയിലും 1-2 തീയതികളിൽ കോഴിക്കോട് ജില്ലയിലും 3-ാം തീയതി വയനാട് ജില്ലയിലും 4-ാം തീയതി വീണ്ടും മലപ്പുറത്തെ 3 കേന്ദ്രങ്ങളിലും തുടർന്ന് 7-ാം തീയതി പാലക്കാട് ജില്ലയിൽ 2 കേന്ദ്രങ്ങളിലുമാണ് നമ്മൾ ഈ പ്രോഗ്രാം നടക്കുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത, ഇത്രയും വിശാലമായി നമ്മൾ സംഘടിപ്പിക്കുന്നത് പരമാവധി കുട്ടികൾക്ക് ഇത് ഉപയോഗപ്പെടുത്താൻ കഴിയണം എന്ന് കരുതിയിട്ടാണ്. അല്ലെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും ഓരോ ജില്ലയിലും ഓരോ കേന്ദ്രങ്ങൾ വെച്ച് നമുക്ക് പ്രോഗ്രാം നടത്താം. പക്ഷേ ഒരു ജില്ലയിൽ തന്നെ 4-ഉം 5-ഉം 6-ഉം കേന്ദ്രങ്ങൾ നമ്മൾ വെക്കുന്നത്
ആ ഏരിയയിലുള്ള ഏതാണ്ട് 30 കിലോമീറ്റർ ചുറ്റളവിലുള്ള കുട്ടികൾക്കെല്ലാം വളരെ എളുപ്പത്തിൽ ഈ പ്രോഗ്രാമിലേക്ക് വരാനും തീർത്തും സൗജന്യമായി ഈ പ്രോഗ്രാമിൽ രജിസ്റ്റർ ചെയ്ത് പങ്കെടുത്ത് അവരുടെ എല്ലാ സംശയങ്ങളും ആശങ്കകളും ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ. ഫീസ് വാങ്ങുന്നുണ്ടോ? ഇല്ല, ഒരു ഫീസും വാങ്ങുന്നില്ല. തീർത്തും സൗജന്യമായിട്ടാണ്. അതാണ് പോയിന്റ്. ഇവർക്ക് തീർത്തും സൗജന്യമായി രജിസ്റ്റർ ചെയ്യാം. അതോടൊപ്പം സുപ്രഭാതം ചെയ്യുന്ന മറ്റൊരു കാര്യമുണ്ട് റാഷി, അതായത് പലപ്പോഴും SLC +2 റിസൾട്ടൊക്കെ വരുന്ന സമയത്ത് നമ്മൾ കാണാറുണ്ട് മുഴുവൻ A+ നേടിയ കുട്ടികൾക്കൊക്കെ വലിയ ആദരങ്ങൾ. പക്ഷെ സുപ്രഭാതം ഈ വർഷം നമ്മൾ ആദരിക്കുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ നമ്മുടെ ഈ 6 ജില്ലകളിലും 5000 വിദ്യാർത്ഥികളെ സുപ്രഭാതം ആദരിക്കുന്നുണ്ട്. SLC+2 വിജയിച്ച കുട്ടികളെയാണ് നമ്മൾ ആദരിക്കുന്നത്. അതൊന്നുമില്ല, വിജയിച്ച കുട്ടികൾ. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഇപ്പോൾ പരീക്ഷ എഴുതിയ കുട്ടികൾക്ക് ഈ സമയം തന്നെ നമ്മുടെ പ്രോഗ്രാം രജിസ്റ്റർ ചെയ്യാം. ഓരോ സെന്ററിലും ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 250 കുട്ടികളെയാണ് നമ്മൾ സുപ്രഭാതത്തിന്റെ ഒരു പ്രത്യേക മൊമെന്റോ നൽകി അവരെ ആദരിക്കുന്നത്. അതായത് കേരളത്തിലെ പ്രമുഖ മാധ്യമ സ്ഥാപനത്തിന്റെ ഉപഹാരം നിങ്ങളുടെ കൈകളിലേക്ക് എത്താൻ പോവുകയാണ്. 5000 ആളുകൾക്ക് അല്ലെ, ഈ 20 കേന്ദ്രങ്ങളിലായിട്ട് എത്തുന്ന 5000 ആളുകൾ. ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 5000 ആളുകൾ രജിസ്ട്രേഷൻ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഏതാണ്ട് 2000-ലധികം കുട്ടികൾ ഇതുവരെ നമ്മുടെ പ്രോഗ്രാമിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 25-ാം തീയതി നമ്മൾ പ്രോഗ്രാം ആരംഭിക്കലോടുകൂടി വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വലിയൊരു അവസരം, അതായത് അവർക്ക് രാവിലെ 10 മണിയുടെയും വൈകുന്നേരം 5 മണിയുടെയും ഉള്ളിലായി ഇഷ്ടമുള്ള സമയത്ത് ഇതിൽ വരാമെന്നുള്ളതാണ്. ഏതെങ്കിലും ഒരു സമയമല്ല. രക്ഷിതാവും കുട്ടിയും അവരാഗ്രഹിക്കുന്ന സമയത്ത് വരികയും ക്ലിനിക്കുകൾ സന്ദർശിക്കുകയും അവിടെ വന്ന് അവർക്ക് സംശയമുള്ള കാര്യങ്ങൾ ഓരോ ക്ലിനിക്കിലും കയറി എക്സ്പേർട്ടായ ആളുകളുമായി സംസാരിച്ച് ചോദിച്ച് അവർക്ക് അവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ ഏത് കോഴ്സിലേക്ക് പോകണം എന്നതിനെക്കുറിച്ച് കൃത്യമായ ഒരു പിക്ചർ നമ്മുടെ ഈ പ്രോഗ്രാം കഴിയുമ്പോഴേക്കും കുട്ടികൾക്ക് ലഭിക്കും. ഒരാളെങ്ങനെയാണ് ഇതിൽ രജിസ്റ്റർ ചെയ്യേണ്ടത്? ഓൺലൈനായിട്ട് എന്താണ്? ഓൺലൈനായിട്ട് ചെയ്യേണ്ട സുപ്രഭാതത്തിന്റെ വെബ്സൈറ്റ് വഴി അവർക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ലിങ്ക് ഉപയോഗപ്പെടുത്തി അവർക്ക് രജിസ്റ്റർ ചെയ്യാം. അതല്ലെങ്കിൽ നമ്മൾ 20 സ്ഥലങ്ങളിലും 20 കോർഡിനേറ്റർമാരെ വെച്ചിട്ടാണ് ഈ പ്രോഗ്രാം നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഓരോ സെന്ററിലും ഓരോ കോർഡിനേറ്റർമാരെ നമ്മൾ നിയമിച്ചിട്ടുണ്ട്. അവർ പ്രാദേശികമായിട്ട് അതിൻ്റെ പ്രചരണങ്ങളും അതിൻ്റെ പ്രവർത്തനങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സുപ്രഭാതത്തിന്റെ വെബ്സൈറ്റിൽ കയറി നേരെ രജിസ്റ്റർ ചെയ്യാം. അതല്ലെങ്കിൽ കോർഡിനേറ്റർമാരെ ബന്ധപ്പെട്ട് സുപ്രഭാതം ഓൺലൈൻ ചാനലിൻ്റെയും ഫേസ്ബുക്ക് പേജിൻ്റെയും ഒക്കെ കമൻറ്റ് ബോക്സിലും നമ്മൾ ഡിസ്ക്രിപ്ഷനിലും ആ ലിങ്ക് നമ്മൾ നൽകുന്നതായിരിക്കും. ഏതായിരുന്നാലും ഈ അവസരം നിങ്ങൾ മനോഹരമായിട്ട് ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക. ഇതിൻ്റെ കോൺടാക്റ്റും നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നതായിരിക്കും. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ ബന്ധപ്പെടാവുന്നതാണ്. അതോടൊപ്പം രാശി ഒന്നും കൂടെ, നമ്മുടെ ഈ പ്രോഗ്രാമിൽ ഭാഗമാവാൻ ആഗ്രഹിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇതിൽ പങ്കെടുക്കാനുള്ള അവസരമുണ്ട്. സുപ്രഭാതം അത്തരത്തിൽ വലിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വരെ ഇതിൻ്റെ ഭാഗമാവാൻ പറ്റുന്ന രീതിയിൽ വളരെ വിശാലമായ വ്യത്യസ്തമായൊരു പ്രൊജക്റ്റാണ് നമ്മൾ അവതരിപ്പിച്ചിട്ടുള്ളത്. എന്തായാലും 25-ാം തീയതി നമ്മൾ ആരംഭിക്കലോടുകൂടി കേരളത്തിൽ ശ്രദ്ധേയമാകുന്ന രീതിയിലുള്ളൊരു പ്രോഗ്രാമായി സുപ്രഭാതത്തിൻ്റെ കരിയർ ക്ലിനിക്ക് മാറുകയാണ്. വരും വർഷങ്ങളിൽ മറ്റു മാധ്യമങ്ങൾ പോലും ഏറ്റെടുക്കുന്ന തരത്തിലേക്ക് ഇത് മാറുമെന്നതിൽ സംശയമില്ല. തീർച്ചയായിട്ടും പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, വിദ്യാർത്ഥികളെ, ഈ അവസരം നിങ്ങളുടേതാണ്. അതിനുള്ള ഒരു വാതിലാണ് സുപ്രഭാതം ഇപ്പോൾ തുറന്നിരിക്കുന്നത്. ഈ 20 കേന്ദ്രങ്ങളിൽ 25 മുതൽ ജൂൺ 7 വരെയാണ് സംസ്ഥാനത്തെ 6 ജില്ലകളിലായി 20 കേന്ദ്രങ്ങളിലായി നടക്കുന്നത്. പരമാവധി നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. നിങ്ങളുടെ സംശയങ്ങളും മറ്റു കാര്യങ്ങളുമൊക്കെ ഈ യൂട്യൂബ് ചാനലിൻ്റെയും ഫേസ്ബുക്കിൻ്റെയും കമൻറ്റ് ബോക്സിൽ ഡിസ്ക്രിപ്ഷനിൽ നമ്മളതിൻ്റെ കോൺടാക്റ്റ് നമ്പറുകൾ നൽകുന്നുണ്ട്. നിങ്ങൾക്ക് അവരുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ പ്രാതിനിധ്യം ഉറപ്പുവരുത്താൻ കഴിയുന്നതാണ്. താങ്ക് യു.